ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കുമൊക്കെ അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. വീട്ടിലേക്ക് തള്ളിക്കയറുകയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അവരുടെ ഔദ്യോഗിക വസതി, തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് ആ ഗേറ്റ് മറികടന്ന പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു എന്നതാണ് സാഹചര്യം. ഇതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന പ്രതിഷേധമാണ്, അതിശക്തമായ പ്രതിഷേധമാണ്. കാരണം ഔദ്യോഗിക വസതി എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി വലിയ സുരക്ഷകൾക്കിടയിൽ നടക്കേണ്ട ഇടമാണ്. പക്ഷേ അവിടെ എന്താണ് സുരക്ഷാ പിഴവെന്നത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുരക്ഷയെ മറികടന്ന് എങ്ങനെ പ്രവർത്തകർ അവിടെ എത്തിയെന്ന ചോദ്യം. മറ്റൊന്ന്, ഈ പ്രകടനം, ഈ റീത്ത് വയ്ക്കുക പോലെയുള്ള പ്രതിഷേധം അല്പം അതിര് കടന്നോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം മുതൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രസ്താവനകളും പ്രതിഷേധങ്ങളുമൊക്കെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രി വസതിയിൽ ഇല്ലാതിരുന്ന സമയത്താണ് രാവിലെ 7:30-യോടെ 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് എത്തിയത്. ആ സമയത്ത് സാധാരണയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചിരുന്നുമില്ല. എന്തായാലും 7:30-യോടെ പെട്ടെന്ന് 30ഓളം പ്രവർത്തകർ ഈ വസതിക്ക് മുമ്പിലേക്ക് എത്തുന്നു. അതിൽ ചിലർ ഇതിന്റെ ഗേറ്റ് ചാടിക്കടന്ന് ഔദ്യോഗിക വസതിയുടെ പ്രധാന വാതിലിന് മുമ്പിൽ റീത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ചീമുട്ടയെറിഞ്ഞും പ്രതിഷേധിക്കുന്നു. ഏതാണ്ട് വയർലെസ് സെറ്റിനോട് ഈ സന്ദേശം കൈമാറി 20 മിനിറ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഇവരെ നിയന്ത്രിക്കാനായി എത്തുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് തള്ളിമാറ്റുകയും തുടർന്ന് 6-ലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒരു തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം സാധാരണയായി ഇത്തരം പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് അതിനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതിനുള്ള സാവകാശമൊന്നും ഉണ്ടായില്ല. അതീവ രഹസ്യമായിട്ടാണ് പോലീസിന് അങ്ങനെ ഒരു വിവരം കൈമാറാത്ത തരത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതിൽ ഈ അത്തരത്തിലൊരു പ്രതിഷേധ ശൈലിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, സമീപകാലത്തൊന്നും ഒരു മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ചാടിക്കയറി ഇത്തരത്തിൽ കടുത്ത ഒരു പ്രതിഷേധം പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനവുമായി ഇടത് കേന്ദ്രങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും DCP-യുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വസതിയിലെത്തി പരിശോധനകൾ നടത്തി. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികൾക്കും അതോടൊപ്പം ഔദ്യോഗിക വസതിക്കും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം അത്തരത്തിലൊരു സെക്യൂരിറ്റി ലാപ്സ് പ്രാഥമികമായി സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ട് സമീപത്താണ് ആരോഗ്യമന്ത്രിയുടെ വസതി. ആ വസതിയിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഈ 30ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയും അവിടെ നടപടിയെടുക്കാൻ പോലീസിന് ഏറെ ഒരു 10-20 മിനിറ്റോളം വൈകുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ചയെ തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിൽ ഒരു നടപടിയിലേക്ക്, ഉദ്യോഗസ്ഥ തലത്തിലൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലും ഉണ്ടാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.